ായി രക്ഷപ്പെട്ട വ്യക്തിയാണ് നമ്മളോട് സംസാരിച്ചത്. താനിട്ട തിരി ഉൾപ്പെടെ കത്തിപ്പോയി അവിടെ നിന്ന് ജീവനും കൊണ്ട് രക്ഷപ്പെട്ട് ഓടുകയായിരുന്നു എന്നതാണ് അദ്ദേഹം പറഞ്ഞത്. അതേസമയം തന്നെ മറ്റിടങ്ങളിലും മറ്റ് വെടിപ്പുരകളിലും തീ പടർന്നു എന്നതാണ് അദ്ദേഹം സൂചിപ്പിക്കുന്നത്. അവിടെ 5 വെടിപ്പുരകൾ ഉണ്ടായിരുന്നു എന്നതാണ് മനസ്സിലാക്കുന്നത്. ഇനിയും ഈ സ്ഫോടക വസ്തുക്കൾ അല്ലെങ്കിൽ ഈ വെടിമരുന്ന് നിറച്ചിട്ടുള്ള വെടിപ്പുരയുണ്ട്. അപ്പോൾ അവിടേക്ക് കൂടി അപകടം അല്ലെങ്കിൽ തീ പടരുമോ? ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുന്ന സ്ഫോടനം അങ്ങനെ ഒരു ഭീഷണി കൂടി ഉയർത്തുന്നുണ്ട്. എന്തായാലും അദ്ദേഹം അത്ഭുതകരമായി രക്ഷപ്പെട്ടിരിക്കുകയാണ്. അതിൻ്റെ ആഘാതം അദ്ദേഹത്തിനുണ്ട് എന്ന് തോന്നുന്നു. ചെവിയൊക്കെ പൊത്തിപ്പിടിച്ചുകൊണ്ടാണ് അദ്ദേഹം സംസാരിക്കുന്നത്. ഒരുപക്ഷെ അദ്ദേഹത്തിന് ഇപ്പോൾ ജീവൻ തിരിച്ചു കിട്ടിയെങ്കിൽ പോലും ചികിത്സ ആവശ്യമായി വന്നേക്കാം. വലിയ ആഘാതം അദ്ദേഹത്തിനുണ്ട്. അദ്ദേഹം ചെവിയൊക്കെ സംസാരിക്കുമ്പോൾ തന്നെ പൊത്തിപ്പിടിക്കുന്നത് നമുക്ക് കാണാം. വലിയ സ്ഫോടനമാണ് ഉണ്ടായിട്ടുള്ളത്. ആ ശബ്ദവും പ്രകമ്പനവും കിലോമീറ്ററുകൾ ദൂരേക്ക് വരെ എത്തിയിട്ടുണ്ട് എന്നതാണ് പറയുന്നത്. അദ്ദേഹത്തിന് ജീവൻ അവിടെ നിന്ന് തിരിച്ചു കിട്ടിയതിൻ്റെ ഒരു ആശ്വാസം ഉണ്ട്. അപ്പോൾ പോലും കുറച്ച് മിനിറ്റുകൾക്ക് മുൻപ് ഒപ്പം ഉണ്ടായിരുന്ന നിരവധി പേരുണ്ട്, സ്ത്രീകൾ ഉൾപ്പെടെയുള്ളവർ ഉണ്ടായിരുന്നു എന്ന് അദ്ദേഹം പറയുന്നു. ഒരു കാര്യം കൂടി അദ്ദേഹം പറഞ്ഞത്, നിയമവിരുദ്ധമായ ഒന്നും അവിടെ ഇതിൻ്റെ നിർമ്മാണത്തിന് വേണ്ടി ഉപയോഗിച്ചിട്ടില്ല എന്നൊരു കാര്യം കൂടിയാണ് പറയുന്നത്. ഈ ചൂടേറ്റ് തന്നെ ആയിരിക്കാം ഇതിന് തീ പിടിച്ചത്. പക്ഷേ ഇത് വെയിലത്തിട്ട് ഉണക്കാതെ ഇതിൻ്റെ നിർമ്മാണ പ്രക്രിയ പൂർത്തിയാകില്ല എന്ന് കൂടി പറയുന്നു. നമ്മൾ ദൃശ്യങ്ങളിൽ ഒരു ഭാഗത്ത് കാണുന്നത് ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർ ഉൾപ്പെടെ അവിടേക്ക് എത്തുന്നു എന്നതിൻ്റെ ദൃശ്യങ്ങളാണ്. നേരത്തെ മുതൽ തന്നെ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരും ജനപ്രതിനിധികളും ഒക്കെ അവിടെ ഉണ്ട്. പക്ഷേ അവർക്കൊന്നും ഒരു പരിധിക്ക് അപ്പുറത്തേക്ക് അവിടേക്ക് അടുക്കാൻ പറ്റാത്ത സാഹചര്യമാണ്. ഇപ്പോൾ മന്ത്രി വീണ ജോർജ് തൃശ്ശൂരിലേക്ക് പുറപ്പെട്ടിരിക്കുന്നു. നേരത്തെ നമ്മളോട് സംസാരിച്ച മന്ത്രി കെ രാജൻ, അദ്ദേഹവും ഇപ്പോൾ യാത്രാമധ്യയാണ് നമ്മളോട് സംസാരിച്ചത്. മന്ത്രിമാർ ഉൾപ്പെടെയുള്ളവർ സംഭവ സ്ഥലത്തേക്ക് എത്തുകയാണ്. മെഡിക്കൽ കോളേജിലും ജില്ലാ ആശുപത്രിയിലും കൂടുതൽ ICU ബെഡുകൾ സജ്ജമാക്കുന്നു എന്നതാണ് മനസ്സിലാക്കുന്നത്. സ്ഥിതിഗതികൾ വിലയിരുത്തി വരുന്നതായി ദുരന്ത നിവാരണ അതോറിറ്റി അറിയിക്കുന്നു. ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റിയുടെ എമർജൻസി ഓപ്പറേഷൻ സെന്ററിന്റെ നേതൃത്വത്തിൽ രക്ഷാപ്രവർത്തനം തുടരുകയാണ് എന്നതാണ് അവർ അറിയിക്കുന്നത്. സ്റ്റേറ്റ് എമർജൻസി ഓപ്പറേഷൻ സെന്റർ ആവശ്യമായ സഹായങ്ങളും നിർദ്ദേശങ്ങളും നൽകുകയാണ് എന്നതും അറിയിക്കുന്നു. എന്തായാലും വെടിക്കെട്ട് അപകടം എങ്ങനെ ഉണ്ടായി എന്നതിൻ്റെ ചോദ്യങ്ങൾ ഉയരുകയാണ്. നേരത്തെ നമ്മളോട് സംസാരിച്ച രക്ഷപ്പെട്ട തൊഴിലാളി പറയുന്നത് തീ കടുത്ത വെയിലായിരുന്നു. ആ വെയിലിൽ നിന്ന് ഏതെങ്കിലും തരത്തിൽ തീ ഉണ്ടായതാകാം എന്നതാണ് അദ്ദേഹം സൂചിപ്പിക്കുന്നത്. ഇപ്പോൾ ഇത് സംബന്ധിച്ച് മജിസ്റ്റീരിയൽ തല അന്വേഷണത്തിന് ജില്ലാ കളക്ടർ ഉത്തരവിട്ടു എന്ന വിവരമാണ് വരുന്നത്. അപ്പോൾ രക്ഷാപ്രവർത്തനം പുരോഗമിക്കുമ്പോൾ തന്നെ എങ്ങനെ ഈ അപകടമുണ്ടായി എന്നതിൻ്റെ അന്വേഷണത്തിലേക്ക് കൂടി കാര്യങ്ങൾ നീങ്ങുകയാണ്. അപകട കാരണവും അനന്തര ഫലങ്ങളും വിശദമായി അന്വേഷിക്കുന്നതിന് സബ് ഡിവിഷണൽ മജിസ്ട്രേറ്റായ തൃശൂർ RDOയെ ചുമതലപ്പെടുത്തിക്കൊണ്ടാണ് ഇപ്പോൾ കളക്ടറുടെ ഇടപെടൽ ഉണ്ടായിരിക്കുന്നത്. കളക്ടർ ശിഖ സുരേന്ദ്രൻ അതിനുള്ള ഉത്തരവിട്ടിരിക്കുന്നു. എങ്ങനെ ഈ അപകടമുണ്ടായി എന്നതിൻ്റെ പരിശോധന കൂടി ആരംഭിച്ചിരിക്കുകയാണ്. അതേസമയം ഇപ്പോഴും രക്ഷാപ്രവർത്തനം ദുഷ്കരമായി തുടരുകയാണ്. അവിടേക്ക് രക്ഷാ ദൗത്യത്തിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്ക് അവിടേക്ക് എത്താൻ കഴിയുന്നില്ല എന്നതാണ് സാഹചര്യം. ഇതിനോടകം 6 മരണം സ്ഥിരീകരിച്ചിരിക്കുന്നു. ഏതാണ്ട് 18 പേരെ ഗുരുതര പരിക്കുകളോടെ തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എത്തിച്ചിട്ടുണ്ട്. അവർക്കുള്ള ചികിത്സയ്ക്ക് വേണ്ടിയുള്ള എല്ലാ ഒരുക്കങ്ങളും അവിടെ സജ്ജമാക്കിയിട്ടുണ്ട്. ഈ വിദഗ്ധരായ ഡോക്ടറുടെ സേവനം ഉറപ്പുവരുത്തുന്നതിനുള്ള നടപടികൾ മുഖ്യമന്ത്രിയുടെ നിർദ്ദേശപ്രകാരം തുടങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. സംസ്ഥാനത്തിന് പുറത്തുള്ളവരുടെ സേവനം ഉറപ്പുവരുത്തണമെങ്കിൽ അതിനുള്ള സാധ്യത കൂടി പരിശോധിക്കാനുള്ള നിർദ്ദേശമാണ് മുഖ്യമന്ത്രി നൽകിയിട്ടുള്ളത്. ഇപ്പോൾ കോഴിക്കോട് നിന്നും ഒപ്പം തന്നെ കോട്ടയത്ത് നിന്നും വിദഗ്ധ ഡോക്ടർമാരുടെ സംഘം തൃശ്ശൂരിലേക്ക് പുറപ്പെട്ടിട്ടുണ്ട് എന്ന വിവരം കൂടി വരികയാണ്. രക്ഷാപ്രവർത്തനം വെല്ലുവിളിയായി തുടരുന്നു എന്നതാണ് ഏറ്റവും ആശങ്കപ്പെടുത്തുന്ന കാര്യം. ഈ അപകടം നടന്ന് 2 മണിക്കൂർ പിന്നിട്ടിരിക്കുകയാണ്. അവിടേക്ക് രക്ഷാപ്രവർത്തകർക്ക് എത്താൻ പറ്റുന്നില്ല. അവിടെ തുടർ സ്ഫോടനങ്ങൾ ഉണ്ടാകുന്നത് വലിയ വെല്ലുവിളിയായി തുടരുന്ന സാഹചര്യമാണ് ഏറ്റവും വിഷമിപ്പിക്കുന്നതും ഏറ്റവും വെല്ലുവിളിയായി തുടരുന്നതും. പാടത്തിലെ ബണ്ട് പൊട്ടിച്ചുകൊണ്ടാണ് ഇവിടേക്ക് ഫയർഫോഴ്സിന് എത്താൻ പറ്റിയത്. മതിലും ബണ്ടും ഒക്കെ പൊട്ടിച്ചാണ് ഫയർഫോഴ്സ് യൂണിറ്റിന് അവിടേക്ക് എത്താൻ പറ്റിയത്. ദൂരെ നിന്നുകൊണ്ട് സാധ്യമാകുന്ന രീതിയിൽ തീയണയ്ക്കാനും മറ്റുമൊക്കെയുള്ള ഇടപെടലുകളാണ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ അവിടേക്ക് സാങ്കേതിക സംവിധാനങ്ങൾ ഉപയോഗിച്ചുകൊണ്ടുള്ള കൂടുതൽ കാര്യക്ഷമമായ രക്ഷാപ്രവർത്തനത്തിന് ഉള്ള ഇടപെടലുകളും നടക്കുന്നുണ്ട്. അതിനുവേണ്ടിയാണ് എറണാകുളത്ത് നിന്ന് റോബോട്ടിക് ഫയർ ഫൈറ്റിംഗ് വെഹിക്കിൾ സ്ഥലത്തെത്തിക്കാനുള്ള നീക്കം തുടങ്ങിയിരിക്കുന്നത്. എറണാകുളത്ത് നിന്ന് ഈ സംവിധാനം പുറപ്പെട്ടിരിക്കുന്നു എന്നതാണ് നമുക്ക് ലഭ്യമായിട്ടുള്ള വിവരം. ഒപ്പം കൂടുതൽ ഫയർഫോഴ്സ് യൂണിറ്റുകളും സംഭവ സ്ഥലത്തേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നു എന്നതാണ് മനസ്സിലാകുന്നത്.
ഇപ്പോൾ നമ്മൾ ഈ സ്ക്രീനിൽ കാണുന്നത് രാവിലെ ഉള്ള ഈ മുണ്ടത്തിക്കോട് ഈ വെടിപ്പുരയിലെ രാവിലത്തെ ദൃശ്യങ്ങളാണ്. നമുക്ക് ആ അപകടത്തിൽ പെണ്ണെന്ന് കഷ്ടിച്ച് രക്ഷപ്പെട്ട വ്യക്തിയെ ഉൾപ്പെടെ ആ ദൃശ്യങ്ങളിൽ കാണാം. പല തരത്തിലുള്ള ഈ വെടിക്കെട്ടിനുള്ള സാമഗ്രികൾ അവർ നിർമ്മിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിൽ ഒരു സ്ത്രീയെ നമുക്ക് കാണാം. ഇതാണ് അദ്ദേഹം പറഞ്ഞ തിരി. ആ തിരി താൻ ഉണക്കാനായിട്ട് ഇട്ടു. താൻ അവിടെ വെച്ച അതിൽ തീ പടരുന്നത് കണ്ട് ഓടുകയായിരുന്നു. പിന്നീട് ഇങ്ങനെ വലിയ സ്ഫോടനങ്ങൾ അവിടെ നടന്നു എന്നത് അദ്ദേഹം സൂചിപ്പിച്ചു. അദ്ദേഹം ആ തിരി ഉണ്ടാക്കി അത് ഉണക്കാനിടുന്ന ദൃശ്യങ്ങളൊക്കെ നമ്മൾ അതിൽ കണ്ടതാണ്. പലതരത്തിൽ നമ്മൾ മാനത്ത് ഇതുണ്ടാക്കുന്ന വർണ്ണവിസ്മയങ്ങൾ മാത്രമാണ് നമ്മൾ കണ്ടിട്ടുള്ളത്. പക്ഷേ വളരെ ദുർഘടമായ അല്ലെങ്കിൽ അപകടം പിടിച്ച പരിപാടികളാണ്, പണികളാണ്. അതിലേർപ്പെട്ടിരിക്കുന്ന മനുഷ്യരെയാണ് നമ്മൾ കാണുന്നത്. ഏതു നിമിഷവും ഒരു അപകടം ഉണ്ടാകാനുള്ള സാധ്യത എന്നത് അവർക്കുണ്ട്. തങ്ങൾ ചെയ്യുന്ന പണി അത്രമാത്രം ദുഷ്കരമായ പണിയാണെന്നൊക്കെയുള്ള ബോധ്യമുണ്ടായിട്ടും അവർ അതിൽ ഏർപ്പെട്ടിരിക്കുന്നതാണ് നമ്മൾ കാണുന്നത്. പക്ഷേ ഈ ഒരു തരത്തിലുമുള്ള അനുവദനീയമല്ലാത്ത ഒരു സാധനങ്ങളും രാസവസ്തുക്കളും ഒന്നും ഉപയോഗിച്ചിട്ടില്ല എന്ന് ആ തൊഴിലാളികൾ പറയുന്നുണ്ട്. അപ്പോൾ പോലും ഈ വലിയ ചൂട് അതായിരിക്കാം ഒരുപക്ഷെ വില്ലനായത് എന്നതാണ് അവർ കരുതുന്നത്. ആ രക്ഷപ്പെട്ടോടിയ മനുഷ്യനെ നമുക്ക് ആ ദൃശ്യങ്ങളിൽ കാണാം. അദ്ദേഹത്തിൻ്റെ അനുഭവം പങ്കുവെച്ചതാണ്. ഈ ദൃശ്യങ്ങളിലുള്ള എത്ര പേർ ബാക്കിയുണ്ട് എന്നത് അറിയില്ല. എത്ര പേർ എങ്ങനെയാണ് അവരുടെ സാഹചര്യം എന്നത് അറിയില്ല. എന്തായാലും ഈ അപകടമുണ്ടാകുന്നതിന് മണിക്കൂറുകൾക്ക് മുൻപുള്ള ദൃശ്യങ്ങളാണ് നമ്മളിപ്പോൾ കാണുന്നത്. ഈ മനുഷ്യരൊക്കെ എവിടെയാണ്? ഏതാണ്ട് 18 പേരെ പരിക്കുകളോടെ ആശുപത്രിയിൽ എത്തിച്ചിട്ടുണ്ട് എന്ന വിവരമുണ്ട്. ബാക്കി എത്ര പേർ എവിടെയൊക്കെ എന്നത് അന്വേഷിക്കണം. രക്ഷാദൗത്യം ഇപ്പോഴും വലിയ വെല്ലുവിളി നേരിടുകയാണ്. അവർക്ക് അവിടേക്ക് എത്താൻ കഴിഞ്ഞിട്ടില്ല എന്നൊരു സാഹചര്യമുണ്ട്. നമുക്ക് ആ ദൃശ്യങ്ങൾ കാണുന്നത് പോലെ വലിയ ഒരു പാടത്തിൻ്റെ നടുത്തുള്ള സ്ഥലങ്ങളാണ്. അവിടെ പലയിടങ്ങളിലായിട്ടാണ് ഓരോ തരത്തിലുള്ള സാമഗ്രികളുടെ ഈ നിർമ്മാണം നടന്നുകൊണ്ടിരുന്നത്. അതുകൊണ്ട് തന്നെ എത്ര പേരുണ്ടായിരുന്നു എന്നോ ആരൊക്കെ എവിടെയൊക്കെ ആയിരുന്നു എന്നത് അവിടെയുള്ള ഈ തൊഴിലാളികൾക്ക് പോലും അറിയണമെന്നില്ല. അപ്പോൾ അതുമൊക്കെയായി ബന്ധപ്പെട്ട് ഇനി കൂടുതൽ തെരച്ചിലിലൂടെ മാത്രമേ ഈ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ കഴിയുകയുള്ളൂ. ഒരു സതീശൻ എന്ന വ്യക്തിയുടെ ലൈസൻസിലുള്ളതാണ് ഈ പടക്ക നിർമ്മാണശാല, ഈ വെടിക്കെട്ട് ശാല. ഏറ്റവും ദുഃഖകരമായ വാർത്തയാണ് പ്രേക്ഷകരെ അറിയിക്കാനുള്ളത്. ഈ അപകടത്തിൽ മരണം 8 ഉയർന്നിരിക്കുകയാണ്. 8 മരണം സ്ഥിരീകരിച്ചിരിക്കുന്നു. 8 മരണം, 5 പേരുടെ നില ഗുരുതരമായി തുടരുന്നു എന്നതാണ് ഏറ്റവും ഒടുവിൽ ലഭിക്കുന്ന വിവരം. തൃശ്ശൂർ പൂരത്തിൽ വെടിക്കെട്ടിനുള്ള സാമഗ്രികൾ ഒരുക്കിയിരുന്ന മുണ്ടത്തിക്കോടുള്ള പടക്ക നിർമ്മാണ കേന്ദ്രത്തിൽ ഉണ്ടായ സ്ഫോടനത്തിൽ 8 പേരുടെ മരണം സ്ഥിരീകരിച്ചിരിക്കുകയാണ്. 5 പേരുടെ നില ഗുരുതരമായി തുടരുന്നു. ഈ മരിച്ചവർ 8 പേരും. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.